എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ എന്ന ടോപ്പിക്കിനെ കുറിച്ച് കേരള PSC ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്ക് വേണ്ടി തരാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ഈ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പെരിയാർ നദിയിൽ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദി. ഇടുക്കി ആർച്ച് ഡാം ഏതൊക്കെ മലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കുറവൻ മലക്കും കുറത്തിമലക്കും ഇടയിൽ. ഇടുക്കി ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് കുറവനും കുറത്തിമലയും. ഇടുക്കി പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതെല്ലാം? ആൻസർ ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഇടുക്കി പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന അണക്കെട്ടുകളാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ഏതാണ്? 1976. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1976. അടുത്ത ക്വസ്റ്റ്യൻ, ഇടുക്കി പദ്ധതിക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം നൽകിയ രാജ്യം ഏതാണ്? ആൻസർ കാനഡ. ഇടുക്കി പദ്ധതിക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം നൽകിയ രാജ്യമാണ് കാനഡ. ഇടുക്കി പദ്ധതിയിലെ പവർ ഹൗസിന്റെ പ്രത്യേകത എന്താണ്? ആൻസർ അണ്ടർഗ്രൗണ്ട് പവർ ഹൗസ് അഥവാ ഭൂഗർഭ പവർ ഹൗസ്. ഇടുക്കി പദ്ധതിയിലെ പവർ ഹൗസിന്റെ പ്രത്യേകതയാണ് അണ്ടർഗ്രൗണ്ട് പവർ ഹൗസ് അഥവാ ഭൂഗർഭ പവർ ഹൗസ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഇടുക്കി ജില്ലയിൽ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ ഇടുക്കി പദ്ധതിയുടെ മറ്റ് പ്രയോജനങ്ങൾ എന്തെല്ലാം? ആൻസർ ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം. വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ ഇടുക്കി പദ്ധതിയുടെ മറ്റ് പ്രയോജനങ്ങളാണ് ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ആദ്യത്തേത് ഇടുക്കി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ 340 മെഗാവാട്ട്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷിയാണ് 340 മെഗാവാട്ട്. ഈ പദ്ധതി ഏത് നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പമ്പ നദീതടത്തിൽ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദീതടം പമ്പ നദീതടം. ശബരിഗിരി പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പത്തനംതിട്ട ജില്ലയിൽ. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ശബരിഗിരി പദ്ധതിയിലേക്ക് ജലം എത്തുന്നത് പ്രധാനമായും ഏതൊക്കെ ജലസ്രോതസ്സുകളിൽ നിന്നാണ്? ആൻസർ പമ്പ നദി, കക്കാട് ആറ്, പെരുന്തേനരുവി. ശബരിഗിരി പദ്ധതിയിലേക്ക് ജലം എത്തുന്നത് പ്രധാനമായും ഏതൊക്കെ ജലസ്രോതസ്സുകളിൽ നിന്നാണ്? പമ്പ നദി, കക്കാട് ആറ്, പെരുന്തേനരുവി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായുള്ള ചില അണക്കെട്ടുകൾ ഏതെല്ലാം? ആൻസർ പമ്പ, കാക്കി, ആനത്തോട്, മൂഴിയാർ, അള്ളുങ്കൽ. ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായുള്ള ചില അണക്കെട്ടുകളാണ് പമ്പ, കാക്കി, ആനത്തോട്, മൂഴിയാർ, അള്ളുങ്കൽ. ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം എത്രയാണ്? 1966. പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1966. ശബരിഗിരി പദ്ധതിയെ കേരളത്തിലെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ആൻസർ ഏറ്റവും പഴക്കം ചെന്നതും എന്നാൽ ഏറ്റവും കാര്യക്ഷമവുമായ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്ന്. ശബരിഗിരി പദ്ധതിയെ കേരളത്തിൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഏറ്റവും പഴക്കം ചെന്നതും എന്നാൽ ഏറ്റവും കാര്യക്ഷമവുമായ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്ന്.
ശബരിഗിരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ആൻസർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. ശബരിഗിരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെന്ന്? പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. ശബരിഗിരി പദ്ധതി കേരളത്തിലെ ഏത് ഭാഗത്തെ ഊർജ ആവശ്യങ്ങൾക്കാണ് സംഭാവന നൽകുന്നത്? ആൻസർ മധ്യഭാഗത്തെ ഊർജ ആവശ്യകതകൾക്ക്. ശബരിഗിരി പദ്ധതി കേരളത്തിലെ ഏത് ഭാഗത്തെ ഊർജ ആവശ്യകതകൾക്കാണ് സംഭാവന നൽകുന്നത്? ആൻസർ മധ്യഭാഗത്തെ ഊർജാവശ്യകതകൾക്ക്. അടുത്ത പദ്ധതിയാണ് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി. ഇടമലയാർ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ 75 മെഗാവാട്ട്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 75 മെഗാവാട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ എറണാകുളം ജില്ലയിൽ. ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇടമലയാർ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഇടമലയാർ നദിയിൽ. ഇടമലയാർ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇടമലയാർ നദിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇടമലയാർ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ പെരിയാർ നദിയുടെ. ഇടമലയാർ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ പെരിയാർ നദിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇടമലയാർ പദ്ധതി കമ്മീഷൻ ചെയ്തത് ഏത് കാലഘട്ടത്തിലാണ്? ആൻസർ 1980കളുടെ മധ്യത്തിൽ. ഇടമലയാർ പദ്ധതി കമ്മീഷൻ ചെയ്ത കാലഘട്ടം 1980കളുടെ മധ്യത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇടമലയാർ ഡാം ഏത് തരം അണക്കെട്ടാണ്? ആൻസർ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ഇടമലയാർ ഡാം ഏത് തരം അണക്കെട്ടാണ്? കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഈ പദ്ധതി ഏത് നദീതടത്തിലെ പ്രധാന ജലസംഭരണികളിൽ ഒന്നാണ്? ആൻസർ പെരിയാർ നദീതടത്തിലെ. ഈ പദ്ധതി ഏത് നദീതടത്തിലെ പ്രധാന ജലസംഭരണികളിൽ ഒന്നാണ്? പെരിയാർ നദീതടത്തിലെ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇടമലയാർ പദ്ധതിയുടെ സ്ഥാനം എങ്ങനെയാണ്? ആൻസർ കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത്. ഇടമലയാർ പദ്ധതിയുടെ സ്ഥാനം എന്നത് കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. വൈദ്യുതി ഉൽപാദനത്തിനായി ജലം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആൻസർ മഴക്കാലത്ത് സംഭരിക്കുന്ന ജലം വരണ്ട മാസങ്ങളിൽ ഉപയോഗിച്ച്. വൈദ്യുതി ഉൽപാദനത്തിനായി ജലം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? മഴക്കാലത്ത് സംഭരിക്കുന്ന ജലം വരണ്ട മാസങ്ങളിൽ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇടമലയാർ പദ്ധതിയുടെ പരിസ്ഥിതിപരമായ ഒരു സവിശേഷത എന്താണ്? ആൻസർ പരിസ്ഥിതി സൗഹൃദമായ ഊർജ ഉൽപാദനത്തിന് ഉദാഹരണം. ഇടമലയാർ പദ്ധതിയുടെ പരിസ്ഥിതിപരമായ ഒരു സവിശേഷതയാണ് പരിസ്ഥിതി സൗഹൃദമായ ഊർജ ഉൽപാദനത്തിന് ഉദാഹരണം. അടുത്ത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ക്വസ്റ്റ്യൻ നമ്പർ 2. പള്ളിവാസൽ പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ 37.5 മെഗാവാട്ട്. പള്ളിവാസൽ പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്നത് 37.5 മെഗാവാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം എത്ര? 1940. ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940. ക്വസ്റ്റ്യൻ നമ്പർ 4. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മുതിരപ്പുഴ നദിയിൽ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴ നദിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഈ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഇടുക്കി ജില്ലയിൽ. ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 6. പള്ളിവാസൽ പദ്ധതി ഏത് സ്ഥലത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മൂന്നാറിനടുത്ത്. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മൂന്നാർ. ക്വസ്റ്റ്യൻ നമ്പർ 7. പള്ളിവാസൽ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ആൻസർ CP രാമസ്വാമി അയ്യർ. പള്ളിവാസൽ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച തിരുവിതാംകൂർ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 8. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ കാലത്ത് ഈ പദ്ധതിയുടെ പ്രധാന ഉപയോഗങ്ങൾ എന്തായിരുന്നു? ആൻസർ അന്നത്തെ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കും വൈദ്യുതി നൽകി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ കാലത്ത് ഈ പദ്ധതിയുടെ പ്രധാന ഉപയോഗങ്ങൾ എന്തെല്ലാമായിരുന്നു?
അന്നത്തെ വ്യവസായ ആവശ്യങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കും വൈദ്യുതി നൽകി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പള്ളിവാസൽ പദ്ധതി കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആൻസർ, ഒരു നാഴികക്കല്ല്. പള്ളിവാസൽ പദ്ധതി കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഒരു നാഴികക്കല്ല്. പള്ളിവാസൽ പദ്ധതിയിലെ അവസാന ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മറ്റ് ജലവൈദ്യുത പദ്ധതികളുടെ വികസനത്തിന് ഇത് എങ്ങനെയാണ് വഴിയൊരുക്കിയത്? ആൻസർ, ഈ പദ്ധതി ഇപ്പോഴും കേരളത്തിന്റെ വൈദ്യുത ഗ്രിഡിന് വലിയ സംഭാവനകൾ നൽകുന്നു. ഇനി അടുത്തതാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 1, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ, 52 മെഗാവാട്ട്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 52 മെഗാവാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, ചാലക്കുടി പുഴ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി നദി. പെരിങ്ങൽകുത്ത് പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, തൃശ്ശൂർ ജില്ലയിൽ. പെരിങ്ങൽകുത്ത് പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1957. പെരിങ്ങൽകുത്ത് പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1957. വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ പെരിങ്ങൽകുത്ത് പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഉപയോഗം എന്താണ്? ആൻസർ, ജലസേചനം. വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ പെരിങ്ങൽകുത്ത് പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഉപയോഗമാണ് ജലസേചനം. അടുത്ത ക്വസ്റ്റ്യൻ, പെരിങ്ങൽകുത്ത് പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ, പെരിങ്ങൽകുത്ത് ഡാം, പെരിങ്ങൽകുത്ത് പവർ ഹൗസ്. പെരിങ്ങൽകുത്ത് പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങളാണ് പെരിങ്ങൽകുത്ത് ഡാമും പെരിങ്ങൽകുത്ത് പവർ ഹൗസും. വൈദ്യുതി ഉൽപാദനത്തിനായി ജലം എങ്ങനെയാണ് പവർ ഹൗസുകളിലേക്ക് എത്തിക്കുന്നത്? ആൻസർ, ഭൂഗർഭ ടണലുകളിലൂടെ. വൈദ്യുതി ഉൽപാദനത്തിനായി ജലം എങ്ങനെയാണ് പവർ ഹൗസുകളിലേക്ക് എത്തിക്കുന്നത്? ഭൂഗർഭ ടണലുകളിലൂടെ. ഈ പദ്ധതിയുടെ സ്ഥാനം എവിടെയാണ്? ആൻസർ, വനമേഖലയോട് ചേർന്നാണ്. പെരിങ്ങൽകുത്ത് പദ്ധതിയുടെ സ്ഥാനം വനമേഖലയോട് ചേർന്നാണ്. പെരിങ്ങൽകുത്ത് പദ്ധതി ഏത് പ്രദേശത്തെ ഊർജ ആവശ്യങ്ങൾക്ക് സംഭാവന നൽകുന്നു? ആൻസർ, തൃശ്ശൂർ ജില്ലയുടെയും സമീപ പ്രദേശങ്ങളുടെയും. പെരിങ്ങൽകുത്ത് പദ്ധതി ഏത് പ്രദേശത്തെ ഊർജ ആവശ്യങ്ങൾക്ക് സംഭാവന നൽകുന്നു? തൃശ്ശൂർ ജില്ലയുടെയും സമീപ പ്രദേശങ്ങളുടെയും. അടുത്ത ക്വസ്റ്റ്യൻ, ചാലക്കുടി നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അണക്കെട്ട് ഏതാണ്? ആൻസർ, പെരിങ്ങൽകുത്ത് ഡാം. ചാലക്കുടി നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അണക്കെട്ട് ഏതാണ്? പെരിങ്ങൽകുത്ത് ഡാം. അടുത്ത പദ്ധതിയാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി. ഷോളയാർ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ, 54 മെഗാവാട്ട്. ഷോളയാർ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 54 മെഗാവാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, ഷോളയാർ നദിയിൽ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഷോളയാർ നദി. ഷോളയാർ നദി ഏത് വലിയ നദിയുടെ പോഷക നദിയാണ്? ആൻസർ, ചാലക്കുടി നദിയുടെ. ഷോളയാർ നദി ഏത് വലിയ നദിയുടെ പോഷക നദിയാണ്? ചാലക്കുടി നദിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഷോളയാർ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, തൃശ്ശൂർ ജില്ല. ഷോളയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 5, ഷോളയാർ പദ്ധതി ഏത് നദീതടത്തിലെ ജലവൈദ്യുത ശൃംഖലയുടെ ഭാഗമാണ്? ആൻസർ, ചാലക്കുടി നദീതടത്തിലെ. ഷോളയാർ പദ്ധതി ഏത് നദീതടത്തിലെ ജലവൈദ്യുത ശൃംഖലയുടെ ഭാഗമാണ്? ആൻസർ, ചാലക്കുടി നദീതടത്തിലെ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഷോളയാർ പദ്ധതി ഏത് മറ്റ് ജലവൈദ്യുത പദ്ധതിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, പെരിങ്ങൽകുത്ത് പദ്ധതിക്ക് സമീപം. ഈ പദ്ധതി ഏത് മറ്റ് ജലവൈദ്യുത പദ്ധതിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്? പെരിങ്ങൽകുത്ത് പദ്ധതിക്ക് സമീപം. ക്വസ്റ്റ്യൻ നമ്പർ 7, ഷോളയാർ പദ്ധതി എവിടെയാണ് നിലകൊള്ളുന്നത്? ആൻസർ, കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം വനമേഖലയിൽ. ഷോളയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം വനമേഖലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8, അണക്കെട്ടിൽ സംഭരിക്കുന്ന ജലം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ആൻസർ, വൈദ്യുതി ഉൽപാദനത്തിനും പിന്നീട് താഴെയുള്ള കൃഷി ആവശ്യങ്ങൾക്കും. അണക്കെട്ടിൽ സംഭരിക്കുന്ന ജലം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുതി ഉൽപാദനത്തിനും പിന്നീട് താഴെയുള്ള കൃഷി ആവശ്യങ്ങൾക്കും.
ക്വസ്റ്റ്യൻ നമ്പർ 9. ഷോളയാർ പദ്ധതി ഏത് പ്രദേശത്തെ ഊർജ്ജ സുരക്ഷയ്ക്ക് സംഭാവന നൽകുന്നു? ആൻസർ തൃശൂർ ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും. ഷോളയാർ പദ്ധതി ഏത് പ്രദേശത്തെ ഊർജ്ജ സുരക്ഷയ്ക്ക് സംഭാവന നൽകുന്നു? ആൻസർ തൃശൂർ ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും. ക്വസ്റ്റ്യൻ നമ്പർ 10. ഷോളയാർ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ ഷോളയാർ അണക്കെട്ടും വൈദ്യുത നിലയവും. ഷോളയാർ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങളാണ് ഷോളയാർ അണക്കെട്ടും വൈദ്യുതി നിലയവും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പദ്ധതിയാണ് കാക്കി ജലവൈദ്യുത പദ്ധതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ 65 മെഗാവാട്ട്. കാക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 65 മെഗാവാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പത്തനംതിട്ട ജില്ലയിൽ. ഈ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. കാക്കി പദ്ധതി ഏത് നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പമ്പ നദീതടത്തിൽ. കാക്കി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദീതടം പമ്പ നദീതടം. ക്വസ്റ്റ്യൻ നമ്പർ 4. കാക്കി പദ്ധതി ഏത് വലിയ ജലവൈദ്യുത പദ്ധതി സമുച്ചയത്തിന്റെ ഭാഗമാണ്? ആൻസർ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സമുച്ചയത്തിന്റെ. കാക്കി പദ്ധതി ഏത് വലിയ ജലവൈദ്യുത പദ്ധതി സമുച്ചയത്തിന്റെ ഭാഗമാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സമുച്ചയത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5. വൈദ്യുതി ഉൽപാദനത്തിനായി ഈ പദ്ധതിയിൽ ഉപയോഗിക്കുന്ന പ്രധാന നദികൾ ഏതെല്ലാം? ആൻസർ കാക്കി നദിയിലും പമ്പ നദിയിലും നിന്നുള്ള ജലം. വൈദ്യുതി ഉൽപാദനത്തിനായി ഈ പദ്ധതിയിൽ ഉപയോഗിക്കുന്ന പ്രധാന നദികളാണ് കാക്കി നദിയിലും പമ്പ നദിയിൽ നിന്നുമുള്ള ജലം. ക്വസ്റ്റ്യൻ നമ്പർ 6. കാക്കി അണക്കെട്ടിന്റെ പ്രാധാന്യം എന്താണ്? ആൻസർ ശബരിഗിരി പദ്ധതിയുടെ പ്രധാന ജലസംഭരണികളിൽ ഒന്നാണ്. കാക്കി അണക്കെട്ടിന്റെ പ്രാധാന്യമാണ് ശബരിഗിരി പദ്ധതിയുടെ പ്രധാന ജലസംഭരണികളിൽ ഒന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 7. വൈദ്യുതി ഉൽപാദനത്തിനായി ജലം എങ്ങനെയാണ് പവർ ഹൗസുകളിലേക്ക് എത്തിക്കുന്നത്? ആൻസർ തുരങ്കങ്ങളിലൂടെ. വൈദ്യുതി ഉൽപാദനത്തിനായി ജലം എങ്ങനെയാണ് പവർ ഹൗസുകളിലേക്ക് എത്തിക്കുന്നത്? ആൻസർ തുരങ്കങ്ങളിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഈ പദ്ധതിയുടെ സ്ഥാനം എവിടെയാണ്? ആൻസർ വനമേഖലയിൽ. ഈ പദ്ധതിയുടെ സ്ഥാനം എന്നത് വനമേഖലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9. കാക്കി പദ്ധതി കേരളത്തിന്റെ എന്ത് ആവശ്യങ്ങൾക്കാണ് പിന്തുണ നൽകുന്നത്? ആൻസർ ഊർജ ആവശ്യകതകൾക്ക് നിരന്തരമായ പിന്തുണ. ക്വസ്റ്റ്യൻ നമ്പർ 9. കാക്കി പദ്ധതി കേരളത്തിന്റെ ഏത് ആവശ്യങ്ങൾക്കാണ് പിന്തുണ നൽകുന്നത്? ഊർജ ആവശ്യകതകൾക്ക് നിരന്തരമായ പിന്തുണ. അടുത്ത പദ്ധതിയാണ് കുണ്ടള ജലവൈദ്യുത പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 1. കുണ്ടള ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ 15 മെഗാവാട്ട്. കുണ്ടള ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 15 മെഗാവാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഇടുക്കി ജില്ലയിൽ. കുണ്ടള ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. കുണ്ടള പദ്ധതി ഏത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മൂന്നാറിനടുത്ത്. കുണ്ടള പദ്ധതി സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. കുണ്ടള പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ കുണ്ടള നദിയിൽ. കുണ്ടള പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? കുണ്ടള നദിയിൽ. കുണ്ടള നദി ഏത് വലിയ നദിയുടെ പോഷക നദിയാണ്? ആൻസർ മുതിരപ്പുഴ നദിയുടെ. കുണ്ടള നദി ഏത് വലിയ നദിയുടെ പോഷക നദിയാണ്? മുതിരപ്പുഴ നദിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ആൻസർ കുണ്ടള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് കുണ്ടള. ക്വസ്റ്റ്യൻ നമ്പർ 7. ഈ പദ്ധതി ഏത് മേഖലയിലെ ഊർജ ആവശ്യകതകൾക്കാണ് പിന്തുണ നൽകുന്നത്? ആൻസർ മൂന്നാർ മേഖലയിലെ. ഈ പദ്ധതി ഏത് മേഖലയിലെ ഊർജ ആവശ്യകതകൾക്കാണ് പിന്തുണ നൽകുന്നത്? മൂന്നാർ മേഖലയിലെ. ക്വസ്റ്റ്യൻ നമ്പർ 8. കുണ്ടള അണക്കെട്ടിന്റെ മറ്റൊരു പ്രാധാന്യം എന്താണ്? ആൻസർ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കുണ്ടള അണക്കെട്ടിന്റെ മറ്റൊരു പ്രാധാന്യം എന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. കേരളത്തിന്റെ വൈദ്യുത ഉൽപാദന ചരിത്രത്തിൽ കുണ്ടള പദ്ധതിക്ക് എന്ത് സ്ഥാനമുണ്ട്? ആൻസർ ആദ്യകാല പദ്ധതികളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദന ചരിത്രത്തിൽ
കുണ്ടള പദ്ധതിയുടെ സ്ഥാനം എന്നത് ആദ്യകാല പദ്ധതികളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. കേരളത്തിൻ്റെ വൈദ്യുതി ഉൽപ്പാദന ചരിത്രത്തിൽ കുണ്ടള പദ്ധതിയുടെ സ്ഥാനം എന്നത് ആദ്യകാല പദ്ധതികളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. അടുത്ത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 1, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ 225 മെഗാവാട്ട്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്നത് 225 മെഗാവാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കോഴിക്കോട് ജില്ലയിൽ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3, കുറ്റ്യാടി പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ കുറ്റ്യാടി നദിയിൽ. കുറ്റ്യാടി പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ കുറ്റ്യാടി നദിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ഏതാണ്? ആൻസർ 1972. കുറ്റ്യാടി പദ്ധതി പ്രധാനമായും ഏത് കേരള മേഖലയിലെ വൈദ്യുതി ആവശ്യകതകൾക്ക് സഹായിക്കുന്നു? ആൻസർ വടക്കൻ കേരളം അഥവാ മലബാർ മേഖല. കുറ്റ്യാടി പദ്ധതി പ്രധാനമായും ഏത് കേരള മേഖലയിലെ വൈദ്യുതി ആവശ്യകതകൾക്ക് സഹായിക്കുന്നു? ആൻസർ വടക്കൻ കേരളം അഥവാ മലബാർ മേഖല. ക്വസ്റ്റ്യൻ നമ്പർ 6, കുറ്റ്യാടി പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ കുറ്റ്യാടി ഡാമും വൈദ്യുതി നിലയവും. കുറ്റ്യാടി പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങളാണ് കുറ്റ്യാടി ഡാമും വൈദ്യുത നിലയവും. ക്വസ്റ്റ്യൻ നമ്പർ 7, ഈ പദ്ധതിയുടെ ഭാഗമായി എന്തെല്ലാം ഉണ്ട്? ആൻസർ നിരവധി അനുബന്ധ ഡാമുകളും പവർ ഹൗസുകളും. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തെല്ലാം ഉണ്ട്? നിരവധി അനുബന്ധ ഡാമുകളും പവർ ഹൗസുകളും. വൈദ്യുതി ഉൽപ്പാദനത്തിന് പുറമെ കുറ്റ്യാടി ഡാമിൻ്റെ മറ്റ് പ്രയോജനങ്ങൾ എന്തെല്ലാം? ആൻസർ ജലസേചനം, കുടിവെള്ളം. വൈദ്യുത ഉൽപ്പാദനത്തിന് പുറമെ കുറ്റ്യാടി ഡാമിൻ്റെ മറ്റ് പ്രയോജനങ്ങളാണ് ജലസേചനവും കുടിവെള്ളവും. അടുത്ത പദ്ധതിയാണ് ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 1, ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ 180 മെഗാവാട്ട്. ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 180 മെഗാവാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പെരിയാർ. ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദി. ക്വസ്റ്റ്യൻ നമ്പർ 3, ലോവർ പെരിയാർ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഇടുക്കി ജില്ലയിൽ. ലോവർ പെരിയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 4, ഈ പദ്ധതിയിലെ പവർ ഹൗസിൻ്റെ പ്രത്യേകത എന്താണ്? ആൻസർ ഭൂഗർഭ പവർ ഹൗസ്. ഈ പദ്ധതിയിലെ പവർ ഹൗസിൻ്റെ പ്രത്യേകത എന്നത് ഭൂഗർഭ പവർ ഹൗസ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ലോവർ പെരിയാർ പദ്ധതിയുടെ നിർമ്മാണത്തിൽ എന്ത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ ആധുനിക സാങ്കേതിക വിദ്യകൾ. ലോവർ പെരിയാർ പദ്ധതിയുടെ നിർമ്മാണത്തിൽ എന്ത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ ആധുനിക സാങ്കേതിക വിദ്യകൾ. ക്വസ്റ്റ്യൻ നമ്പർ 6, പെരിയാർ നദീതടത്തിലെ മറ്റ് വലിയ പദ്ധതികൾക്ക് ശേഷമുള്ള ഒരു പ്രധാന കണ്ണിയായി കണക്കാക്കപ്പെടുന്നത് ഏത് പദ്ധതിയാണ്? ആൻസർ ലോവർ പെരിയാർ. പെരിയാർ നദീതടത്തിലെ മറ്റ് വലിയ പദ്ധതികൾക്ക് ശേഷമുള്ള ഒരു പ്രധാന കണ്ണിയായി കണക്കാക്കപ്പെടുന്നത് ലോവർ പെരിയാർ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഈ പദ്ധതി ഏത് മേഖലയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നു? ആൻസർ വ്യാവസായിക കാർഷിക മേഖലകളുടെ. ഈ പദ്ധതി ഏത് മേഖലകളുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നു? ആൻസർ വ്യാവസായിക കാർഷിക മേഖലകളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 8, ലോവർ പെരിയാർ പദ്ധതിയെ കേരളത്തിലെ ഏതു തരം പദ്ധതികളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? ആൻസർ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളിൽ ഒന്ന്. ലോവർ പെരിയാർ പദ്ധതിയെ കേരളത്തിലെ ഏതു തരം പദ്ധതികളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളിൽ ഒന്ന്. ഇതോടെ നമ്മൾ ഈ ജലവൈദ്യുത പദ്ധതി എന്ന ടോപ്പിക്കിലെ മുഴുവൻ PSC ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.